തെരഞ്ഞെടുപ്പ് കാലമാണ്. രാഷ്ട്രീയ ചർച്ചകൾ കൊടുമ്പിരിക്കൊള്ളുന്ന കാലം. പുറത്തുവരാത്ത രാഷ്ട്രീയ വർത്തമാനങ്ങളുടെ, പുറത്തറിയാത്ത രാഷ്ട്രീയ ചർച്ചകളുടെ വിശദാംശങ്ങളുമായി 24 ഇന്റലിജൻസ് വീണ്ടും. കെ രമ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? സാധ്യത തള്ളിക്കളയേണ്ട എന്നാണ് 24 ഇന്റലിജൻസിന് ലഭിച്ച വിവരം. വടകരയിൽ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കെ രമയെ മത്സരിപ്പിക്കുന്ന കാര്യം കോൺഗ്രസിൽ സജീവ ചർച്ചയാണ്. എന്നാൽ RMPയോ രമയോ ഈ വിഷയത്തിൽ ഇനിയും മനസ്സ് തുറന്നിട്ടില്ല. RMPയും കോൺഗ്രസും യോജിച്ചു പ്രവർത്തിക്കാൻ തത്വത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. കോൺഗ്രസുമായി സഹകരിക്കാൻ RMPക്ക് നിലവിൽ തടസ്സങ്ങളില്ല. എന്നാൽ RMP ഇക്കാര്യത്തിൽ മുൻകൈയെടുക്കണമെന്നാണ് കോൺഗ്രസ് നിലപാട്. കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയപ്പോഴാണ് വടകരയിൽ രമ മത്സരിച്ചാൽ എന്ത് എന്ന ചോദ്യം ഉയർന്നത്. UDFന്റെ പിന്തുണയുള്ള ഒരു സ്വതന്ത്രയായി രമ മത്സരിച്ചാൽ അത് കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലും സ്വാധീനമുണ്ടാക്കുമെന്ന് കരുതുന്ന UDF നേതാക്കൾ ഏറെയുണ്ട്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക ചർച്ചകളൊന്നും തുടങ്ങിയിട്ടില്ല. വടകര കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. പല നേതാക്കൾക്കും ആ മണ്ഡലത്തിൽ കണ്ണുണ്ട്. ആ സീറ്റ് RMPക്ക് വിട്ടുകൊടുക്കണമോ എന്ന ചോദ്യം കോൺഗ്രസിൽ ഉയരുന്നുണ്ട്. CPIMന്റെ അക്രമ രാഷ്ട്രീയം ചർച്ചയാക്കാൻ ഏറ്റവും അനുയോജ്യയായ സ്ഥാനാർത്ഥി കെ രമ തന്നെയാണെന്ന് കോൺഗ്രസ് നേതാക്കളിൽ ചിലരെങ്കിലും കരുതുന്നുണ്ട്. അവരാണ് രമ മത്സരിക്കണമെന്ന ആവശ്യവുമായി നേതൃത്വത്തെ സമീപിച്ചത്. ഒഞ്ചിയം പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് വാർഡ് നിലനിർത്തിയ RMP ഇപ്പോഴും പ്രാദേശികമായി സ്വാധീന ശക്തിയാണെന്ന് തെളിയിച്ചു. വടകരയിലെ ജയപരാജയം തീരുമാനിക്കുന്നതിൽ RMPക്ക് ചെറുതല്ലാത്ത പങ്കുണ്ടെന്ന് UDF കരുതുന്നുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന നിലപാട് നേരത്തെ എടുത്ത കെ രമ മത്സര രംഗത്തേക്ക് കടന്നുവരുമോ എന്ന് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും തള്ളിക്കളയാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാധ്യതയാണ് കെ രമയുടെ സ്ഥാനാർത്ഥിത്വവും UDF പിന്തുണയും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ നടക്കാനുള്ള സുപ്രധാന രാഷ്ട്രീയ നീക്കങ്ങളിലൊന്ന് കേരള കോൺഗ്രസിലെ പിളർപ്പായിരിക്കും. ലോക്സഭയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന PJ ജോസഫിന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ മാണി ഗ്രൂപ്പ് നെടുക പിളരും. പക്ഷേ PJ ജോസഫ് മുന്നണി വിടില്ല, UDFൽ തുടരും. പഴയ ജോസഫ് ഗ്രൂപ്പ് പുനർജനിക്കുകയും ചെയ്യും. നിർണായക രാഷ്ട്രീയ തീരുമാനം അടുത്തയാഴ്ച ഉണ്ടാകും. കേരള കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് ആവശ്യപ്പെടുന്നത് PJ ജോസഫിന്റെ സമ്മർദ്ദം കനത്തതോടെയാണ്. ഇടുക്കി മണ്ഡലം വിട്ടുകിട്ടിയാൽ PJ ജോസഫ് മത്സരിക്കും. ഇതോടെ തൊടുപുഴയിൽ ഒഴിവ് വരുന്ന നിയമസഭാ സീറ്റിലേക്ക് ജോസഫ് മകനെ മത്സരിപ്പിക്കും. ഇതൊക്കെ നടക്കണമെങ്കിൽ 2 സീറ്റ് കേരള കോൺഗ്രസിന് വേണം. എത്ര സമ്മർദ്ദമുണ്ടായാലും കേരള കോൺഗ്രസിന്റെ 2ാമത്തെ സീറ്റ് എന്ന ആവശ്യം കോൺഗ്രസ് അംഗീകരിക്കില്ല. ഇതോടെ ജോസഫ് കടുത്ത പ്രതിസന്ധിയിലാകും. പ്രശ്നപരിഹാരത്തിന് കോൺഗ്രസ് മധ്യസ്ഥത KM മാണി അംഗീകരിക്കില്ല. എന്നാൽ PJ ജോസഫ് അത് ആഗ്രഹിക്കുന്നുമുണ്ട്. ഇതോടെയാണ് കോട്ടയം PJ ജോസഫിന് വിട്ടുകൊടുക്കണമെന്ന നിർദ്ദേശം ഉയർന്നു വരുന്നത്. ജോസഫിന് സീറ്റ് നൽകി പ്രശ്നം പരിഹരിക്കാൻ KM മാണിക്ക് താൽപ്പര്യമില്ല. PJ ജോസഫ് തന്റെ ഭാവി രാഷ്ട്രീയ നീക്കങ്ങൾ ചില സഹപ്രവർത്തകരോട് പങ്കുവച്ചിട്ടുണ്ട്. ജോസഫിനെ കൂടാതെ മോൻസ് ജോസഫും പാർട്ടി വിടാൻ തയ്യാറാണ്. KM മാണിയോടൊപ്പമുള്ള ചില MLA മാരും മറ്റു ചില പ്രധാന നേതാക്കളും PJ ജോസഫുമായി സംസാരിക്കുന്നുണ്ട്. ജോസ് കെ മാണി കേരള കോൺഗ്രസ് ചെയർമാനായി വരുന്നതിൽ എതിർപ്പുള്ള നേതാക്കളാണ് ജോസഫിനെ ഈ ഘട്ടത്തിൽ പിന്തുണയ്ക്കുന്നത്. ജോസഫ് ഗ്രൂപ്പ് പുനർജീവിപ്പിച്ചാലും PJ ജോസഫിന് ഒരു സീറ്റ് കോൺഗ്രസ് വിട്ടു നൽകാൻ സാധ്യതയില്ല.
എന്നാൽ UDFിനോട് കൂറുപുലർത്തുന്ന PJ ജോസഫിനെ കോൺഗ്രസ് കൈവിടത്തുമില്ല. ജോസഫിനെ ഒപ്പം നിർത്തിയാവും കോൺഗ്രസ് പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുന്നത്. കാനം രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് മത്സരിക്കണമെന്ന് CPIയുടെ ജില്ലാ ഘടകം ആവശ്യപ്പെടുന്നത് വെറുതെയാണോ? കാനം രാജേന്ദ്രന് ഏറെ സ്വാധീനമുള്ള തിരുവനന്തപുരത്തെ പാർട്ടി ഘടകം ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് അപ്രതീക്ഷിതമാണ്. പക്ഷേ അതിൽ ചില വസ്തുതകളുണ്ടെന്ന് 24 ഇന്റലിജൻസിന് സൂചനകൾ ലഭിച്ചു. പാർട്ടി നേതൃത്വം വിട്ട് പാർലമെന്ററി രംഗത്തേക്കില്ലെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞത് വെറുതെയാണോ? പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. തിരുവനന്തപുരത്ത് CPIക്ക് മത്സരിപ്പിക്കാൻ ആളെ കിട്ടിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാവാം കാനത്തിൻ്റെ പേര് കൂടി ജില്ലാ കൗൺസിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. പാർലമെന്ററി രംഗത്തേക്കില്ലെന്ന് കാനം രാജേന്ദ്രൻ പലകുറി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അറിയാത്തവരല്ല തിരുവനന്തപുരത്തെ CPIക്കാർ. എന്നിട്ടും എന്തുകൊണ്ട് കാനത്തിന്റെ പേര് CPI ജില്ലാ കൗൺസിൽ തിരുവനന്തപുരത്തേക്ക് നിർദ്ദേശിച്ചു? വെറുതെ സംസ്ഥാന സെക്രട്ടറിയുടെ പേര് പറയില്ലല്ലോ. മത്സരിക്കാൻ കാനം രാജേന്ദ്രൻ ഇപ്പോഴും തയ്യാറല്ലെന്നാണ് CPI നേതാക്കൾ 24 ഇന്റലിജൻസിനോട് പറഞ്ഞത്. തിരുവനന്തപുരത്ത് കാനം രാജേന്ദ്രൻ തന്നെ മത്സരിക്കണമെന്ന നിർദ്ദേശം പാർട്ടി ഘടകം മുന്നോട്ട് വെച്ചതിൽ അസ്വാഭാവികതയില്ലെന്നും ഇവർ വിശദീകരിക്കുന്നു. പക്ഷേ ഇത് അത്ര സ്വാഭാവിക നടപടിയല്ല എന്ന് ചില കാനം വിരുദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവർക്ക് ഇതിലൊക്കെ ചില സംശയവുമുണ്ട്. തിരുവനന്തപുരത്ത് CPIക്ക് ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയെ ഇനിയും കിട്ടിയിട്ടില്ല. പല പേരുകളും മണ്ഡലത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി ചെറുതൊന്നുമല്ല. അതിന്റെ അലയൊലികൾ CPIയിൽ ഇപ്പോഴും മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. ഇതൊക്കെ പരിഹരിക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് കാനം തന്നെ കളത്തിലിറങ്ങണമെന്ന് ആരെങ്കിലും കരുതിയാൽ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ കാനം മത്സരിക്കില്ല. പാർട്ടി വിട്ട് മറ്റൊരു കളിക്കും കാനം ഇപ്പോഴിറങ്ങില്ല. കോൺഗ്രസിൽ കീറാമുട്ടിയാകാൻ പോകുന്നത് വയനാട് ലോക്സഭാ സീറ്റാണ്. ഒന്നും രണ്ടും പേരല്ല, 22 ആളുകളാണ് സീറ്റ് ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുന്നത്. ഐ ഗ്രൂപ്പിന്റെ സീറ്റ് അവർ വിട്ടു നൽകില്ലെന്ന് അറിയിച്ചിട്ടുമുണ്ട്. കോൺഗ്രസിന്റെ മണ്ഡലമാണ് വയനാടെങ്കിലും ഇവിടെ സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നതിൽ മുസ്ലിം ലീഗിനും സമസ്തയ്ക്കും നിർണായക സ്വാധീനമുണ്ട്. അവിടെ മണ്ഡലത്തിൽ ആര് മത്സരിക്കണമെന്ന്, കൈപ്പത്ത് ചിഹ്നത്തിൽ ആര് നിൽക്കണമെന്ന് ലീഗും സമസ്തയും തീരുമാനിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല. സ്ഥാനാർത്ഥി നിർണയം വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് കരുതിയ കോൺഗ്രസിന് തലവേദനയാകുകയാണ് വയനാട്. ജയസാധ്യത കൂടുതൽ ഉള്ളതിനാൽ വയനാടിനു വേണ്ടി മത്സരിക്കാനും തിരക്കാണ്. 22 പേരാണ് സീറ്റ് ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുന്നത്. ഐ ഗ്രൂപ്പിന്റെ സീറ്റായ വയനാട് മറ്റാർക്കും വിട്ടുകൊടുക്കില്ലെന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നു. ടി സിദ്ദിഖും MM ഹസനും വയനാടിനു വേണ്ടി രംഗത്തുണ്ട്. ഷാനിമോൾ ഉസ്മാന്റെ പേരാണ് ഐ ഗ്രൂപ്പ് നിർദ്ദേശിക്കുന്നത്. ജില്ലാ നേതാവായ അബ്ദുൾ മജീദിനും ഐ ഗ്രൂപ്പിന്റെ പിന്തുണയുണ്ട്. വയനാട് മണ്ഡലത്തിലെ സാമുദായിക സ്വാധീനം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉറപ്പായും പ്രതിഫലിക്കും. മുസ്ലിം ലീഗിന്റെ ഇവിടുത്തെ സ്വാധീനം കോൺഗ്രസിന് കണക്കിലെടുക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല. സമസ്ത ഇതിനോടകം അബ്ദുൾ മജീദിനെ പിന്തുണച്ചു കഴിഞ്ഞു. ഇത് അവഗണിക്കാൻ UDFിനും കഴിയില്ല. ഷാനിമോൾ ഉസ്മാൻ മത്സരിക്കുന്നതിൽ എതിർപ്പറിയിച്ച് ചില എ ഗ്രൂപ്പ് നേതാക്കൾ മണ്ഡലത്തിൽ നടത്തിയ നീക്കങ്ങൾ കോൺഗ്രസിൽ ചർച്ചയായിട്ടുണ്ട്. സീറ്റ് നഷ്ടപ്പെട്ടാൽ ഷാനിമോൾ ഉസ്മാൻ പരസ്യ പ്രതികരണവുമായി രംഗത്തു വന്നേക്കാം. MI ഷാനവാസിന്റെ മകൾ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച് KPCC നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ നേതൃത്വം ഇത് അത്ര ഗൗരവമായി എടുത്തിട്ടില്ല. മറ്റു മണ്ഡലങ്ങളിൽ ഇത്രയും പ്രതിസന്ധി കോൺഗ്രസിനില്ല. സീറ്റ് മോഹികളെ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിൽ അതും ചർച്ചയാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യത കുറഞ്ഞ സീറ്റ് നൽകിയതിൽ പരിഭവമുള്ള ഷാനിമോൾ ഉസ്മാനെ അന്ന് സമാശ്വസിപ്പിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല മണ്ഡലം നൽകാമെന്ന് പറഞ്ഞായിരുന്നു.
ആ വാക്ക് KPCC നേതൃത്വം പാലിക്കണമെന്നാണ് ഷാനിമോൾ ഉസ്മാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ പഴയ കാര്യങ്ങളൊക്കെ പറയും. തെരഞ്ഞെടുപ്പ് കാലത്ത് വിഭാഗീയതയിൽ വീർപ്പുമുട്ടും സംസ്ഥാന BJP ഘടകം. പാർട്ടിയിൽ ഒരാലോചനയുമില്ലാതെ PS ശ്രീധരൻപിള്ള തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നാണ് വിമർശനം. ഇപ്പോഴിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി ശ്രീധരൻപിള്ള BJP ദേശീയ നേതൃത്വത്തെ സമീപിച്ചു കഴിഞ്ഞു. അതും പാർട്ടിയിൽ ഒരാലോചനയുമില്ലാതെ. BJPയിൽ നേതൃമാറ്റം വേണം തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്ന ആവശ്യം മുരളീധര പക്ഷ നേതാക്കൾ ഇതിനോടകം ഉയർത്തിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് BJP വിഭാഗീയതയിൽ വലയുമെന്ന് ചുരുക്കം. സീറ്റിനെ ചൊല്ലി BJPയിൽ നടക്കുന്ന ചർച്ചകൾ പാടെ അവഗണിച്ച് ശ്രീധരൻപിള്ള സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയെന്നാണ് V മുരളീധരനെ അനുകൂലിക്കുന്ന നേതാക്കളുടെ വിമർശനം. ഒരു പാർട്ടി രണ്ടു നേതൃത്വം, ഇതാണ് കേരള BJPയിലെ ഇപ്പോഴത്തെ സ്ഥിതി. ശ്രീധരൻപിള്ള ഒരു വഴിക്കും V മുരളീധരൻ മറ്റൊരു വഴിക്കുമെന്ന നിലയിൽ പാർട്ടി പ്രവർത്തിക്കുകയാണ്. കോർ കമ്മിറ്റി യോഗത്തിൽ മുരളീധരനെ അനുകൂലിക്കുന്ന നേതാക്കൾ പങ്കെടുക്കാറില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ BJPയിലെ നേതൃകലഹം സങ്കീർണമാകും. ദേശീയ നേതൃത്വത്തിന് തലവേദനയുണ്ടാക്കും കേരളത്തിലെ നേതാക്കൾ. ശ്രീധരൻപിള്ളയ്ക്കെതിരെ BJPയിൽ പടയൊരുക്കം തുടങ്ങിയത് V മുരളീധര പക്ഷ നേതാക്കൾ മാത്രമല്ല. RSSലെ ഒരു വിഭാഗവും സംഘപരിവാർ സംഘടനകളിലെ ചിലർക്കും ശ്രീധരൻപിള്ളയുടെ പ്രവർത്തന ശൈലി സ്വീകാര്യമല്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് നേതൃമാറ്റം ഉണ്ടാകണമെന്ന ആവശ്യം ചില നേതാക്കൾ ഉന്നയിച്ചു തുടങ്ങി. ഇപ്പോൾ അത് ഉയർന്നു കേൾക്കാനും തുടങ്ങി. കേരള നേതാക്കന്മാരുടെ കലഹം തുടർന്നാൽ കേന്ദ്രം ഇടപെടും. അത് ഒരുപക്ഷെ സംസ്ഥാന കമ്മിറ്റിയെ തന്നെ മരവിപ്പിച്ചുകൊണ്ടാകും. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഇത്തരമൊരു നീക്കത്തിന് ദേശീയ നേതൃത്വം പച്ചക്കൊടി കാട്ടിയേക്കില്ല. മാധ്യമ വിലക്ക് പോലെയുള്ള തീരുമാനങ്ങൾക്കെതിരെ BJPയിൽ തന്നെ നേതാക്കൾ രംഗത്തു വന്നതും ശ്രീധരൻപിള്ളയുടെ നീക്കങ്ങൾക്ക് തിരിച്ചടിയായി. തിരുവനന്തപുരം സീറ്റിനെ ചൊല്ലിയും BJPയിൽ തർക്കം രൂക്ഷമാണ്. അടുത്തയാഴ്ചകളിൽ ചില നേതാക്കൾ പരസ്യ പ്രതികരണവുമായി രംഗത്തു വന്നേക്കും. തെരഞ്ഞെടുപ്പ് കാലത്തെ രഹസ്യ രാഷ്ട്രീയ നീക്കങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങളുമായി 24 ഇന്റലിജൻസ് വീണ്ടും വരും.